മമ്മൂട്ടിയുടെ ഒരു വാത്സല്യ കാഴ്ചയിലേക്കാണ് പോകുന്നത്. ചാലക്കുടി സ്വദേശിയായ 1 വയസ്സുകാരി റാഹേലിന് ആശ്വാസമായി മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതി. വലിയൊരു ഹൃദയമുള്ള മനുഷ്യനെയാണ് രാജ്യം ആദരിച്ചതെന്ന് റാഹേലിന്റെ പിതാവ് റിയോ പറയുന്നു. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ച നിമിഷം ആലുവ രാജഗിരി ആശുപത്രി പീഡിയാട്രിക് വാർഡിൽ നന്ദി നിറഞ്ഞ കണ്ണുകളുമായി ഒരു പിതാവിരിപ്പുണ്ടായിരുന്നു. ചാലക്കുടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റിയോ തന്റെ മകൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ മമ്മൂട്ടി നടത്തിയ ഇടപെടലിന് റിയോ നന്ദി പറഞ്ഞു. കേരള ഷെയറിൻ്റെ ഒരു സഹായത്തോടെയാണ് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ടി വിയിൽ കണ്ടത് മമ്മൂട്ടി സാർക്ക് പത്മഭൂഷൺ കിട്ടുന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആളുടെ ഒരു പ്രത്യേകമായൊരു ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞങ്ങളെ സഹായിച്ചത് രാജഗിരിയും അതുപോലെ തന്നെ എൻ്റെ കുട്ടീനെ സർജറി ചെയ്ത വിനീത് ഡോക്ടർ, പിന്നെ ഡിക്സി മാഡം, പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയിലൂടെ പൊതുജീവിതം കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ ആളാണ് റാഹേൽ. റാഹേലിന്റെ ശസ്ത്രക്രിയ രാജഗിരി ആശുപത്രിയിൽ പൂർണ്ണമായും സൗജന്യമായാണ് നടത്തിയത്. കുഞ്ഞിന് ഒരു കിഡ്നിയിൽ തടസ്സമായിട്ടാണ് വന്നത്. എന്നിട്ട് ആ കിഡ്നിയിലുള്ള തടസ്സം നമ്മൾ റോബോട്ടിക് സർജറി വഴിയാണ് ആ തടസ്സം നീക്കം മാറ്റിയത്. അതുകൊണ്ട് കുഞ്ഞിന് എളുപ്പം തന്നെ അടുത്ത ദിവസം തന്നെ കുഞ്ഞിന് വീട്ടിൽ പോകാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു ഗുണമായിരുന്നു. കുഞ്ഞിന് പെയിനോ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ കുഞ്ഞ് പെയിൻ ഭയങ്കര കുറവായിരുന്നു, മനസ്സിലായില്ലേ. അതുകൊണ്ട് കുഞ്ഞിന് എളുപ്പം വീട്ടിൽ പോകാൻ പറ്റി, വീട്ടിൽ പോകാനായിട്ട് സാധിച്ചു. റിയോ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതോടെ പണം കണ്ടെത്താൻ വിഷമിച്ച റിയോ ഒരു ബന്ധു വഴിയാണ് മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയെക്കുറിച്ച് അറിയുന്നത്. വിവരം അറിഞ്ഞ് മമ്മൂട്ടി കുഞ്ഞിനെ അടിയന്തരമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. രാജഗിരി ആശുപത്രിയിൽ പീഡിയാട്രിക് സർജൻ ഡോക്ടർ വിനോദ് ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പൈലോപ്ലാസ്റ്റി ശസ്ത്രക്രിയ. കുഞ്ഞിന്റെ പ്രായം കണക്കിലെടുത്ത് റോബോട്ടിക് ശസ്ത്രക്രിയ വഴിയാണ് പൈലോപ്ലാസ്റ്റി ചെയ്തത്. ന്യൂസ് മലയാളം, കൊച്ചി.